ഈതേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൽക്കഹോൾ, ഫീനോൾ, ഈതർ എന്ന് പറയുന്നതിൽ ഈതർ. അപ്പം നമുക്ക് ഈതറിൻ്റെ ഇതിൽ നമ്മൾ ചാപ്റ്ററിൻ്റെ ബ്രീഫായിട്ട് നമ്മൾ ഈതേഴ്സിൻ്റെ നെയിമിങ്ങോ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും യൂസസുമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വളരെ ബ്രീഫായിട്ട് മാത്രമാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈതർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം ഈതേഴ്സ് ആർ ദി ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ആൻ ഓക്സിജൻ ആറ്റം ഈസ് കണക്റ്റഡ് ടു ഏതാണ് ടു ആൽക്കൈൽ ഓർ അരൈൽ ഗ്രൂപ്പ്. അതാണ് നമ്മളെടുക്കുന്ന ഈതർ. അതായത് നമ്മളെടുക്കുന്ന ഈതർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതിൽ ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യും, 2 ആൽക്കൈൽ ഗ്രൂപ്പിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ 2 അരൈൽ ഗ്രൂപ്പിനെ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അപ്പം ദീസ് ആർ ദ റെപ്രസെൻറ്റേഷൻ. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, ROR. ഓക്കെ, ഇതാണ് നമ്മൾ ഈ എടുക്കുന്ന R എന്ന് പറഞ്ഞാൽ ഇതാകാം ആൽക്കൈൽ ഗ്രൂപ്പോ അരൈൽ ഗ്രൂപ്പോ ആകാം. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈതർ. എക്സാമ്പിൾ നോക്കാം, CH3OCH3 കിട്ടുന്ന കോമ്പൗണ്ട് ആരാണ്, ഡൈമീഥൈൽ ഈതർ. അല്ലെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഏതാണ്, CH3OC6H5. C6H5 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, ഫീനൈലാണെന്ന് അറിയാം. അപ്പോൾ കിട്ടിയ കോമ്പൗണ്ട് ഏതാണ്, മീഥൈൽ ഫീനൈൽ ഈതർ. ഇതാണ് നമ്മൾ എടുക്കുന്ന ഈതർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ പറയുമ്പോഴത്തേക്ക് ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റി ഓർ ഡിസിമിലാരിറ്റി ഓഫ് ആൽക്കൈൽ. ആ ആർ ഗ്രൂപ്പ് സെയിം ആകാം, ആറും R' എന്നൊന്നെങ്കിൽ സെയിം ആകാം, അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, ഡിഫറെൻ്റ് ആകാം. അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ 2 ക്ലാസിഫിക്കേഷൻ, ഒന്ന് ഏതാണ്, സിമ്പിൾ അല്ലെങ്കിൽ സിമെട്രിക്കൽ ഈതറാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇഫ് ആറും R' സെയിം ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സിമെട്രിക്കൽ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നോക്കുന്ന എക്സാമ്പിളിൽ ഓക്സിന് ലെഫ്റ്റ് സൈഡിൽ എന്താണ്, CH3CH2, റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് CH2CH3, രണ്ടും ഏതാണ്, സെയിം ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് ഏത്, സിമെട്രിക്കൽ. അതിൻ്റെ കോമ്പൗണ്ട് പേരെന്തായിരിക്കും, ഡൈഈഥൈൽ ഈതർ. നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം, മിക്സ്ഡ് അല്ലെങ്കിൽ അൺസിമെട്രിക്കൽ ഈതർ. അപ്പം അൺസിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ എടുക്കുന്ന ആറും R' എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും, ഡിഫറെൻ്റ് ആകാം. ഇതാണ് അൺസിമെട്രിക്കൽ അല്ലെങ്കിൽ മിക്സ്ഡ് എന്ന് പറയാം. അപ്പോൾ ആദ്യം കണ്ടത് ഏതായിരുന്നു, സിമ്പിൾ അല്ലെങ്കിൽ സിമെട്രിക്കൽ ആയിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് മിക്സ്ഡ് അല്ലെങ്കിൽ അൺസിമെട്രിക്കലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, എക്സാമ്പിളായിട്ട് ഒരു C6H5 C2H5, അവയ്ക്ക് 2 സൈഡിലുള്ള R ഗ്രൂപ്പ് എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഒരാൾ C2H5, മറ്റയാളെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, ഫീനൈലുമാണ്. ഇതാണ് നമ്മൾ എടുക്കുന്ന മിക്സ്ഡ് അല്ലെങ്കിൽ അൺസിമെട്രിക്കൽ ഈതർ. കോമ്പൗണ്ട് പേര് എന്തുമായിരിക്കും, ഈഥൈൽ ഫീനൈൽ ഈതർ. അപ്പം ഇതാണ് എടുക്കുന്ന 2 എക്സാമ്പിളായിട്ട് മീൻസ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് നോമൻക്ലേച്ചർ നമുക്ക് നോക്കാം. നോമൻക്ലേച്ചർ നമ്മൾ നോക്കുന്നത് കോമൺ നെയിമിംഗ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏതാണ്, ഇതിനകത്തുള്ളത് ആൽക്കൈലാണോ അരയിലാണോ നമുക്ക് നോക്കണം. പക്ഷെ നമ്മളിത് ഓക്കെ, അതിനുശേഷം സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അറേഞ്ച് ദ ആൽക്കൈൽ ഓർ അരൈൽ ഗ്രൂപ്പ് ആൽഫബറ്റിക്കലി. അതിനുശേഷം നമ്മൾ അവന്മാർ എന്ത് ചെയ്യണം, ആൽഫബറ്റിക് ഓർഡർ നമ്മൾ നോക്കണം. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, C6H5 എന്ന് പറയുമ്പോഴത്തേക്ക് ഫീനൈൽ, C2H5 എന്ന് പറയുമ്പോഴത്തേക്ക് ഈഥൈൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പേരിന് പ്രയോറിറ്റി തുടങ്ങുന്നത് ഏതായിരിക്കും, ഈ വെച്ച് ആൽഫബറ്റിക്. അപ്പോഴത്തേക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഏതാണ്, ഈഥൈൽ. അതിനുശേഷം ആരും വരത്തുള്ളൂ, ഫീനൈൽ. അപ്പോൾ ഈഥൈൽ ഫീനൈൽ നമ്മൾ പഠിക്കുന്ന ഏതാണ്, ഈതർ. അപ്പോൾ കോമ്പൗണ്ട് ആരായിട്ട് മാറും, ഈഥൈൽ ഫീനൈൽ ഈതർ ആയിട്ട് മാറും. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നെയിമിങ്. ഓക്കെ, അടുത്ത പ്രിപ്പറേഷൻ ഓഫ് ഈതർ ആണ്. അതിൽ ഒന്നാമത്തത് നമ്മൾ നോക്കുന്നത് ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഡീഹൈഡ്രേഷൻ ഓഫ് ഏതാണ്, പ്രൈമറി ആൽക്കഹോൾ. ഏത് റിയാക്ഷൻ ആണ്, SN2 റിയാക്ഷൻ വെച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം ഏതാണ്, റിമൂവൽ ഓഫ് വാട്ടർ ആണ്. അപ്പോൾ നമ്മളവിടെ ആഡ് ചെയ്യും, ഒരു കോൺസെൻട്രേറ്റഡ് H2SO4 അവിടെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, എടുക്കുന്ന പ്രൈമറി ആൽക്കഹോളിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. അവിടുത്തെ ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, എത്രയാണ്, 413 കെൽവിൻ. അപ്പം ആൽക്കഹോൾ ആരായിട്ട് മാറും, ഈതറായിട്ട് മാറി. ഓക്കെ, ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രിപ്പയർഡ് ഈതർ ഹാവിങ് പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺലി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം നമ്മൾ നോക്കുന്നത് എന്താണ്, ഒരു പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളതിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾ ഓൺ ഡീഹൈഡ്രേഷൻ ഗീവ്സ് ഏതാണ്, ആൽക്കീൻസ് ബട്ട് നോട്ട് ഈതർ. ഇപ്പോൾ പ്രൈമറി ആൽക്കഹോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡീഹൈഡ്രേഷൻ വഴിയായിട്ട് ഏത് കോമ്പൗണ്ട് ഫോം ചെയ്യൂ, ഈതർ. പക്ഷേ സെക്കൻഡറിയും ടെർഷറി എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് തരത്തില്ല, ഒരിക്കലും ഈതർ അവിടെ തരത്തില്ല. ഓക്കെ, അടുത്ത് വില്യംസൺ സിന്തസിസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വില്യംസൺ സിന്തസിസ് എന്ന് പറയുമ്പോഴത്തേക്ക്
നമ്മളെടുക്കുന്ന ഒരു ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ സോഡിയം ആൽക്കോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന എക്സ് ഗ്രൂപ്പ് സോഡിയമായിട്ട് കമ്പൈൻസ് ആര് ഫോം ചെയ്യും? NaX ഫോം ചെയ്തു. പകരം എന്ത് ഫോം ചെയ്തു? RR ഫോം ചെയ്യും. അതാണ് വില്യംസൺ സിന്തസിസ്. സിമ്പിളായിട്ട് പറയുമ്പോൾ ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ഒരു സോഡിയം ആൽക്കോക്സൈഡ് റിയാക്ട് ചെയ്ത് ഈതർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരാണിത്. എക്സാമ്പിൾ നോക്കാം. CH3Br എന്ന് പറയുന്ന ബ്രോമോമീഥൈനെ നമ്മളൊരു സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്തു. കിട്ടിയ കോമ്പൗണ്ട് ഏതായിരുന്നു? ഒരു ഈതർ അവിടെ ഫോം ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കുന്ന പ്രിപ്പറേഷനിൽ കാണുന്ന മെത്തേഡ്. അപ്പോൾ ഈതേഴ്സ് കണ്ടെയ്നിങ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ ഗ്രൂപ്പ് മേ ഓൾസോ ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ്. അപ്പോൾ വില്യംസൺ സിന്തസിസ് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓൺ ദി അതർ ഹാൻഡ് ആൽക്കൈൽ ഹാലൈഡ് ഈൽഡ് ഓൺലി ആൽക്കീൻ. അപ്പോൾ നമുക്കിവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് സാധാരണ ഈ എടുക്കുന്ന ആൽക്കീൻ എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡ് എന്താണ് നമുക്ക് തരാൻ പോകുന്നത്? മെയിനായിട്ട് ഒരു ആൽക്കീനാണ് മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് തരുന്നത് നോർമലി. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന ഒരു ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഏതായിരുന്നു? നമുക്കൊരു ഈതർ അവിടെ ഫോം ചെയ്തു. അപ്പം ഈതേഴ്സ് കണ്ടെയ്നിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് മേ ഓൾസോ ബി ഏതാണ്? പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ്. അതുപോലെ ഓൺ ദി അതർ ഹാൻഡ് ആൽക്കൈൽ ഹാലൈഡ് ഈൽഡ് ഓൺലി ഏതാണ്? ആൽക്കീൻ ആസ് ദി മെയിൻ പ്രോഡക്റ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഈതേഴ്സ് ആർ പോളാർ ഇൻ നേച്ചർ ആണ്, ഹാവ് നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഈവൻ ഇഫ് ആർ ഗ്രൂപ്പ് ആർ സിമിലർ. ദിസ് ഈസ് ടു ദ ബെൻഡ് സ്ട്രക്ചർ. അപ്പോൾ ഈതർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിട്ട് വരാം? ഒരു പോളാർ ഇൻ നേച്ചറാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഈവൻ ഇഫ് 2R R' എന്ന് പറയുന്നത് ഏതാകാം? സിമിലർ ആകാം. അപ്പോൾ അതിൻ്റെ ബെൻഡ് സ്ട്രക്ചർ വരണം ഇങ്ങനെ വരുന്നത്. ഇതർ ഹാവിങ് ഏതാണ്? ലോവർ ബോയിലിംഗ് പോയിൻറ്റ് ദാൻ ആൽക്കഹോൾ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ലോവർ ആണ്. ആരെക്കാളും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൽക്കഹോൾ വിച്ച് ഈസ് ഡ്യൂ ടു ദ ഇൻഎബിലിറ്റി ടു അസോസിയേറ്റ് ഏതാണ്? ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ. അപ്പോൾ ഈതറിന് എന്ത് ഫാറ്റത്തിലായിരിക്കും? ഒരു ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റാഞ്ഞിട്ട് സോ ഇതെന്ന് പറയുന്നത് ആരായിട്ട് മാറും? ലോവർ ബോയിലിംഗ് പോയിൻ്റ് ആയിട്ട് വരും. ഇനി ലോവർ ഈതേഴ്സ് ആർ കംപ്ലീറ്റ്ലി മിസിബിൾ ഇൻ വാട്ടർ. അപ്പം ലോവർ ഈതർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വാട്ടറിൽ സോലുബിൾ ആവുകയുള്ളൂ. പക്ഷേ ഹയർ ഈതറിലൊരിക്കലും വാട്ടറിൽ സോൾവ് ആകത്തില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്യൂ ടു ഏതാണ്? ദ സോളിബിലിറ്റി ഓഫ് ഈതേഴ്സ് ഡിക്രീസസ് ആസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻക്രീസസ്. കാരണം അവിടെ നമ്മൾ നോക്കുമ്പോൾ CH3 ഗ്രൂപ്പ് കൂടുമ്പോഴത്തേക്ക് അത് വാട്ടർ റിപ്പലിംഗ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി ഇതിൽ ആരുണ്ട്? ഒരു ഓക്സിജൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഓക്സിജൻ ആകുമ്പോഴത്തേക്ക് ഏതാണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് R ഉണ്ട്. അപ്പോൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഏതാണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് R groups and the lone pair of oxygen atom either act as a Bronsted base as well as Lewis base character അവിടെ കാണിക്കുക. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഓക്സിജൻ എന്തുണ്ട്? ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. മറ്റേ R ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പായിട്ട് ഇവർ വരുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ ആരായിട്ട് കൺസിഡർ ചെയ്യും? ഒരു ലൂയിസ് ബേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ നോർമലി പ്രോപ്പർട്ടീസ്. അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുന്നത് റിയാക്ഷൻ ഇൻവോൾവിങ് CO ബോണ്ട് ക്ലീവേജ്. അവിടെ നമുക്ക് CO ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു സിമെട്രിക്കൽ ഈതർ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? HX ഹൈഡ്രജൻ ഹാലൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം കിട്ടുന്ന കോമ്പൗണ്ട് ആരായിരിക്കും? ഈ ROയുടെ കൂടെ HXൽ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്ത് ഫീനോൾ എന്ന് ചാടിക്കയറി പറയരുത്. പകരം നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില പിള്ളേർ Oയും Hഉം കാണാത്ത എന്ന് ചാടി വീടെന്ത് ചെയ്യും? ആൽക്കഹോൾ എന്ന് പറയും. അങ്ങനെ അല്ല. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സിമെട്രിക്കൽ ഈതർ എടുക്കുമ്പോൾ കിട്ടുന്ന മെയിൻ പ്രോഡക്റ്റ് ഏതാണ്? ആൽക്കൈൽ ഹാലൈഡ് അവിടെ ഫോം ചെയ്യും. ബൈ പ്രോഡക്റ്റ് ഏതാണ്? വാട്ടർ അവിടെ കിട്ടുവാണ്. ഓക്കെ, അല്ലാണ്ട് ആൽക്കഹോൾ അല്ല. അപ്പം RORലെ ഓക്സിജൻ എന്ത് ചെയ്യും? ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ അവിടെ ഫോം ചെയ്യും. പകരം കിട്ടുന്ന കോമ്പൗണ്ട് ഏതാണ്? ആൽക്കൈൽ ഹാലൈഡ് അവിടെ ഫോം ചെയ്യും. ദ കേസ് ഓഫ് ഏതാണ്? സിമെട്രിക്കൽ ഈതർ. പക്ഷേ അൺസിമെട്രിക്കൽ ഈതർ വരുമ്പോൾ റിയാക്ഷൻ നേരെ തിരിച്ചാണ്. അൺസിമെട്രിക്കൽ വരുമ്പോഴത്തേക്ക് ROR' നമ്മൾ HX റിയാക്ട് ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ആരായിട്ട് മാറും? ആൽക്കഹോൾ അവിടെ ഫോം ചെയ്യും. ഇതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. സിമെട്രിക്കലും അൺസിമെട്രിക്കലും. സിമെട്രിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും? ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യാം, മീൻസ് RX ഫോം ചെയ്യാം. പക്ഷേ അസിമെട്രിക്കൽ ആണെങ്കിൽ മീൻസ് ROH അവിടെ ഫോം ചെയ്യാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അറിയേണ്ടത് ഫോർ എ ഗിവൻ
ഈതർ ദ റിയാക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് നമ്മൾ നോക്കണം. റിയാക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഹയസ്റ്റ് വരുന്ന ആർക്കാണ് എച്ച് ഐ. കാരണം അവിടെ എച്ചും ഐയും നമ്മൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തുമായിരിക്കും വീക്ക് ആയിരിക്കും. അപ്പോൾ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കായിട്ട് വരും എച്ച് ഐക്ക്. ഇതൊക്കെ നമ്മൾ ഏതാണ് ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അരൈൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഫോർ ആരോമാറ്റിക് ഈതർ ആണ്. അവിടെ നമ്മൾ വീണ്ടും എച്ച് ഐ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അറിയാം. ഇൻ കേസ് ഓഫ് ആരോമാറ്റിക് ഈതർ റിയാക്ഷൻ വിത്ത് എച്ച് ഐ റിസൾട്ട് ഇൻ ദ ക്ലീവേജ് ഓഫ് ഏതാണ് ആർ ഒ ബോണ്ട് ഡ്യൂ ടു ദ സ്റ്റെബിലിറ്റി ഓഫ് ഏതാണ് ആർ ഓക്സിജൻ ബോണ്ട്. അപ്പം ഇവിടെ നമ്മൾ ബോണ്ട് നോക്കുമ്പോഴത്തേക്ക് ആർ ഒ ബോണ്ട് അവിടെ എന്ത് ചെയ്യും, നല്ല ബോണ്ട് പോയിട്ട് പകരം അവിടെ ആര് വരാം, എച്ച് ഗ്രൂപ്പ് വരാം. അപ്പം ഇവിടെ എടുക്കുന്ന ഈതർ എന്ന് പറയുന്ന ആരായിട്ട് മാറും, ഒരു ഫീനോളായിട്ട് മാറും. അടുത്ത മെയിൻ പ്രോഡക്റ്റ് ആരായിട്ട് വരും, ആൽക്കൈൽ ഹാലൈഡ് ആർ ഐ ആയിട്ട് വരാം. പക്ഷേ വെൻ വൺ ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ടെറിഷറി ഗ്രൂപ്പ് ദ ഹാലൈഡ് ഫോംഡ് ഈസ് ടെറിഷറി ഹാലൈഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഈതറിൽ ഒരു ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ടെറിഷറി ആണെങ്കിൽ ഓക്കെ, അപ്പോൾ കിട്ടുന്ന ഹാലൈഡും ഫോം ചെയ്യുന്ന ഹാലൈഡ് ഏതായിരിക്കും, ടെറിഷറി ഹാലൈഡ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് മോർ സ്റ്റേബിൾ ടെറിഷറി കാർബോകാറ്റയോൺ. അപ്പോൾ ഇവിടെ നമ്മൾ ടെറിഷറി ഉള്ള ആർ ഗ്രൂപ്പാണ് ഈതറിലുള്ളതെങ്കിൽ അവൻ ഫോം ചെയ്യുന്നത് ആരാണ്, ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് അവിടെ ഫോം ചെയ്യാം, അല്ലെങ്കിൽ ടെറിഷറി അരൈൽ ഹാലൈഡ് അവിടെ ഫോം ചെയ്യാം. കാരണം എന്താണ്, ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് മോർ സ്റ്റേബിൾ ടെറിഷറി കാർബോണിയം അയോൺ. ഓക്കെ, അത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് നോക്കാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴത്തേക്ക് ആൽക്കോക്സി ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഒ ആർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ റിങ്ങിനകത്തോട്ട് വിട്ടു കൊടുക്കും ആര്, ഓക്സിജൻ. അപ്പോൾ റിങ്ങിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ കൂടും. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അവിടെ നടക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ. അപ്പോൾ അതിൽ ആദ്യം കാണുന്നത് ഹാലജനേഷനാണ്. അപ്പോൾ ബ്രോമിൻ നമ്മൾ ആഡ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് അസറ്റിക് ആസിഡിൽ. അപ്പം OCH3 ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയതാണ്. അപ്പോൾ ബ്രോമിൻ എവിടേക്ക് വരും, ഓർത്തോ പൊസിഷനിലും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് പാരാ പൊസിഷനിലും. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഏതായിരിക്കും, പാരാ ബ്രോമോ അനിസോളോ അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്ക് ഓർത്തോ ബ്രോമോ അനിസോളോടെ ഫോം ചെയ്യും. എപ്പോഴും മേജർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, പാരയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് നൈട്രേഷൻ. അപ്പോൾ നൈട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന അനിസോളിനെ നമ്മൾ നൈട്രേഷൻ നടത്തി ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റ് HNO3യും കോൺസെൻട്രേറ്റ് H2SO റിയാക്ട് ചെയ്യുമ്പോൾ എ മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് ഫോം ചെയ്യും. അതായത് ഓർത്തോയിലും പല ആര് വരും, NO2 ഗ്രൂപ്പ്. അപ്പം ഫസ്റ്റ് കോമ്പൗണ്ട് ഏതാണ്, 2 നൈട്രോ അനിസോൾ. സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 നൈട്രോ അനിസോൾ. മേജർ എന്ന് പറഞ്ഞാൽ ആരാണ്, എപ്പോഴും പാരയാണ്. അപ്പം 4 നൈട്രോ അനിസോളാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞാൽ മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കുന്ന നൈട്രേഷൻ. അടുത്ത് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഉണ്ട്. പിന്നെ പറയുമ്പോഴത്തേക്ക് ഏതാണ്, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനും ഉണ്ട്. നമുക്കറിയാം ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നമ്മൾ എന്ത് ചെയ്യും, CH3Cl ആഡ് ചെയ്യും. അസൈലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് CH3COCl. രണ്ടിലും നമ്മൾ ആരുടെ പ്രസൻസിലാണ്, അൺഹൈഡ്രസ് AlCl3. അപ്പോൾ ആൽക്കൈലേഷനിൽ ഈതർ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും, CH3Cl ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏത് ഫോം ചെയ്യും, കോമ്പൗണ്ട് എന്ന് പറയുന്നത് 2-methoxy ടൊളുവീനും 4-methoxy ടൊളുവീനും അവിടെ ഫോം ചെയ്യും. ഇതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ്. പക്ഷേ ഇവിടെ നോക്കേണ്ട കാര്യം, ഇവിടെ റിങ്ങിൽ ആരൊക്കെ ഉണ്ട്, OCH3 ഗ്രൂപ്പും ഉണ്ട്, CH3 ഗ്രൂപ്പും ഉണ്ട്. അപ്പം ബെൻസീൻ റിങ്ങിൽ CH3 ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അവനാരായിട്ട് മാറും, ടൊളുവീൻ. അപ്പോൾ ഇവിടെ CH3 റിങ്ങിനാണ് പ്രയോറിറ്റി. അപ്പോൾ കോമ്പൗണ്ട് ആരായിട്ട് മാറും, പേര് ടൊളുവീൻ. പക്ഷേ അവിടെ ആര് കൂടെ ഉണ്ട്, OCH3. അപ്പം അവനെന്ന് പറഞ്ഞ് 2-methoxy ടൊളുവീനും 4-methoxy ടൊളുവീനുമായിട്ട് മാറി. ഇതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. പക്ഷേ അസൈലേഷൻ വരുമ്പോഴത്തേക്ക് സെയിം എടുക്കുന്ന ഏതാണ്, അനിസോൾ നമ്മൾ വീണ്ടും അസറ്റിൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്യും. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ്, അൺഹൈഡ്രസ് AlCl3. 2 പ്രോഡക്റ്റ് ഫോം ചെയ്യാം. പക്ഷേ ഇവിടെ വരുന്ന ആരാണ്, OCH3 ആണ് വരുന്നത്. ഓക്കെ, OCO3ക്ക് പകരം കൂടെ വരുന്ന ആരാണ്, COCH3 ആണ്. അപ്പോൾ പ്രയോറിറ്റി ആർക്കായിരിക്കും, COCH3. അപ്പോൾ കോമ്പൗണ്ട് പേര് എന്തായിരിക്കും, അസറ്റോഫീനോൺ. പക്ഷേ റിങ്ങിൽ ആദ്യമേ ഓൾറെഡി ആരെ ഉണ്ടായിരുന്നു, OCH3. കോമ്പൗണ്ട് ആരായിട്ട് മാറി, 2-methoxy അസറ്റോഫീനോണും 4-methoxy അസറ്റോഫീനോണും. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറഞ്ഞാൽ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് അസൈലേഷനും. ആരുടെ പ്രസൻസ് ആണ് നോക്കിക്കോണം, അൺഹൈഡ്രസ് AlCl3. ഓക്കെ, അപ്പോൾ OCH3യുടെ കൂടെ CH3Cl വരുമ്പോഴത്തേക്ക് അത് ടൊളുവീൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ടൊളുവീൻ വരാം. അവിടെ അസറ്റിൽ ക്ലോറൈഡ് വരുമ്പോഴത്തേക്ക് അസറ്റോഫീനോണും വരാം. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റി പോകുന്നത് CH3ക്കും CH3CO ഗ്രൂപ്പിനുമാണ്. അടുത്ത് യൂസസ് ആണ്. ഡൈമീഥൈൽ ഈതർ ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറൻറ്റ് ആൻഡ്
ആസ് എ സോൾവെൻറ്റ് ലോ ടെമ്പറേച്ചറാണ് ഒന്നാമത്തെ യൂസസ്. പിന്നെ നമ്മൾ ഡൈ ഈതൽ ഈതർ ഈസ് അനസ്തേഷ്യസ് ഇൻ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പറയുമ്പോൾ ഡൈ ഈതൈൽ ഈതറാണ്. ദെൻ ഡൈ ഈതൈൽ ഈതർ ഈസ് ഓൾസോ യൂസ് എ സോൾവെൻറ്റ് ഫോർ ഓയിൽസ്, ഗംസ്, റെസിൻസിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫീനൈൽ ഈതർ ഈസ് യൂസ്ഡ് ആസ് എ ഹീറ്റ് ട്രാൻസ്ഫർ മീഡിയം ബിക്കോസ് ഇറ്റ് ഈസ് ഹൈ ബോയിലിംഗ് പോയിൻറ്റ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫീനൈൽ ഈതർ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫർ മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബിക്കോസ് ഇറ്റ്സ് ഹാവ് ഹൈ ബോയിലിംഗ് പോയിൻ്റ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈതേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ചാപ്റ്റർ ഇത്ര വളരെ ബ്രീഫാണ്. ഈ ചാപ്റ്റർ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നല്ലെങ്കിൽ മെയിനായിട്ടുള്ള റിയാക്ഷൻ ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്